ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അവർ നെക്സ്റ്റ് സെഷൻ. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ട് പെഡഗോജിക്കൽ അപ്രോച്ചസിനെ കുറിച്ചാണ്. ഒന്ന് പ്രോജക്റ്റ് അഥവാ ഇൻക്വയറി ബേസ്ഡ് ഇതാണ്. ഇതിന് പ്രധാനമായിട്ടും ഇപ്പോൾ പ്രോജക്റ്റ് ബേസ്ഡ് അപ്രോച്ച് നമുക്കൊക്കെ അറിയാം. ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്ട്സ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. ഇതിന് പ്രോജക്റ്റിൽ നമ്മൾ അത് ഈ ഒരു അപ്രോച്ച് ഫോളോ ചെയ്യുന്നതാണ്. കാരണം ഒരു പ്രോജക്റ്റ് ടോപ്പിക്ക് തന്നെ ഒന്നിലധികം സബ്ജക്റ്റുകൾ റിലേറ്റ് ചെയ്ത് കൊടുക്കുന്ന. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കൺസർവേഷൻ ഓഫ് മിനറൽസിനെ വലിയ ക്ലാസ്സുകളിലാണ് കൊടുക്കുന്നത്. എൻവയോൺമെന്റിനെ കുറിച്ചുള്ള പഠനം നമുക്ക് ഇപ്പോൾ നമ്മുടെ മിനറൽസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് രണ്ട് സബ്ജക്റ്റുമായിട്ട് ഇപ്പോൾ സയൻസിനും സോഷ്യൽ സയൻസിലും ജോഗ്രഫിയിലും ഒക്കെ വരുന്ന ടോപ്പിക്കാണ്. അപ്പോൾ അത് ഇന്റർ ഡിസിപ്ലിനറി പ്രോജക്റ്റായിട്ട് കൊടുക്കാം. പിന്നെ ഒന്ന്, ഇത് ചൈൽഡ് സെൻ്ററാണ് പ്രോജക്റ്റ് അപ്രോച്ച് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻക്വയറി ബേസ്ഡ് അപ്രോച്ച് എന്ന് പറയുന്നത് ചൈൽഡ് സെൻ്ററാണ്. കുട്ടി തന്നെയാണ് ഫുള്ള് 100% കാര്യങ്ങളും ചെയ്യേണ്ടത്. ടീച്ചറിൻ്റെ റോള് ഫെസിലിറ്റേറ്റ്സ് ആണ്. കുട്ടിക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. കിഡ്സ് ടേക്ക് ചാർജ്. കുട്ടികളാണ് അതിന് ചാർജ് ഏറ്റെടുക്കേണ്ടത്. ബെനഫിറ്റ്സ് എന്ന് പറഞ്ഞാൽ ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാവുന്നു, പ്രോബ്ലം സോൾവിങ് സ്കിൽ ഉണ്ടാവും, കൊളാബറേഷൻ. ഒരു ഗ്രൂപ്പ് വർക്കായിട്ട് കൊടുക്കുമ്പോൾ കൊളാബറേഷൻ ഉണ്ടാവും, അല്ലെങ്കിലും സിംഗിളായിട്ട് ചെയ്താലും കൊളാബറേഷൻ ഉണ്ടാവുന്നു. റിയൽ വേൾഡിലേക്ക് ഒരു ഇറങ്ങി ചെല്ലുന്നതുകൊണ്ട് റിയൽ വേൾഡ് ആപ്ലിക്കേഷൻ ഉണ്ടാകും. ലൈഫ് ലോങ് സ്കിൽസ് ലൈക്ക് ടൈം മാനേജ്മെൻറ്റ്. ലൈഫ് ലോങ്ങിൽ നമുക്ക് വേണ്ട സ്കില്ലാണ് ടൈം മാനേജ്മെൻറ്റ്. അതുപോലുള്ള സ്കില്ലുകൾ ഉണ്ടാകുന്നു. എക്സ്ട്രാ ഗെയിൻ എന്ന് പറയുന്നത് മോട്ടിവേഷൻസ് ഉണ്ടാകും, ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നു, ക്രിയേറ്റിവിറ്റി, ഇന്നൊവേഷൻ എന്നിവ ഉണ്ടാകുന്നു. അവർ അങ്ങനെ സ്കൂൾ ലൈഫിലേക്ക് വരാനായിട്ട് പ്രിപ്പയർഡ് ആവുന്നു. ഇത് ഗെറ്റ് റെഡി. അടുത്ത അപ്രോച്ച് സ്റ്റോറി ബേസ്ഡ് അപ്രോച്ചാണ്. സ്റ്റോറിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ഒരുപാട് വാല്യൂസ് കിട്ടും ഒരു സ്റ്റോറിയിലൂടെ നമുക്ക്. അതുപോലെ നമ്മുടെ ആവശ്യം ഒരുപാട് ഡൊമൈൻസ് ഉണ്ട്. നമുക്ക് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ഡൊമൈൻസിനൊക്കെ അത് ഇൻഫ്ലുവൻസ് ചെയ്യും ഒരു സ്റ്റോറി എന്ന് പറയുന്നത്. സ്റ്റോറി എന്ന് പറയുമ്പോൾ നമുക്ക് പ്രീ സ്റ്റോറി ഉണ്ട്, ഡ്യൂറിങ് സ്റ്റോറി ഉണ്ട്, പോസ്റ്റ് സ്റ്റോറി ഉണ്ട്. അതായത് സ്റ്റോറിക്ക് മുമ്പ് നമ്മൾ ആ സ്റ്റോറിക്ക് വേണ്ട ബാക്ക്ഗ്രൗണ്ട് സെറ്റ് ചെയ്യും. അതിൻ്റെ പിക്ചേഴ്സ്, ക്വസ്റ്റ്യൻസ് ഡിസ്കസ്, ക്യാരക്ടേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും. പിന്നെ സ്റ്റോറി ടൈമാണ്. സ്റ്റോറി ടൈമിൽ നമ്മൾ ഡ്യൂറിങ് സ്റ്റോറി എന്ന് പറയും. അതായത് നമ്മൾ എക്സ്പ്രഷൻസ് വേണം, നല്ല എക്സ്പ്രസീവ് ആയിരിക്കണം ടീച്ചർ സ്റ്റോറി നറേറ്റ് ചെയ്യുമ്പം. കിഡ്സിനെ കൊണ്ട് പ്രഡിക്റ്റ് ചെയ്യിപ്പിക്കണം, ഇങ്ങനെ ക്യാരക്ടറിന് ഇന്നതൊക്കെ സംഭവിക്കില്ലേ. പിന്നെ മൈമിലൂടെ സ്റ്റോറി അവതരിപ്പിക്കാം, റോൾ പ്ലേയിലൂടെ സ്റ്റോറി അവതരിപ്പിക്കാം, ക്വസ്റ്റ്യൻസ് ആൻസേഴ്സിലൂടെ സ്റ്റോറി അവതരിപ്പിക്കാം. പോസ്റ്റ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ സ്റ്റോറിക്ക് ശേഷം ഡിസ്കസ് ചെയ്യാം, ക്യാരക്ടേഴ്സിനെ കുറിച്ച് വരയ്ക്കാം, സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട്സ് വരയ്ക്കാം, തീം വരയ്ക്കാം, സീക്വൻസ് ചെയ്യാം, സ്റ്റോറിയെ ആദ്യം മുതൽ അവസാനം വരെ ആക്ട് ചെയ്യാം. സ്റ്റോറി പഠിച്ചതിന് ശേഷം ആ സ്റ്റോറി ആക്ട് ചെയ്ത് കാണിക്കാം, സ്റ്റോറിയിൽ പാട്ടുകൾ ഉൾപ്പെടുത്താം, സ്റ്റോറി തന്നെ ഒരു പാട്ടായിട്ട് പറയാം. അതുപോലെ പുതിയ വാക്കുകൾ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നു. ലാംഗ്വേജിന് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടാകുന്നു എന്നുള്ള ആ ഒരു ബെനിഫിറ്റ്. കോഗ്നിറ്റീവ് സ്കിൽസ് വർദ്ധിക്കുന്നു, കുട്ടികൾക്ക് എംപതി ഉണ്ടാകുന്നു, സോഷ്യൽ അവയർനെസ് ഉണ്ടാകും, കൾച്ചറൽ അവയർനെസ് ഉണ്ടാകും, ക്രിയേറ്റിവിറ്റി ഉണ്ടാകും, എൻഗേജ്മെൻറ്റ് ഉണ്ടാകും. ഒരു കഥയുണ്ട്, ആനയും എലിയുടെയും കഥ, എലിഫൻസ് ആൻഡ് മൈസ്, പഞ്ചതന്ത്ര സ്റ്റോറിയാണ്. അപ്പോൾ അതിൽ ആനയും എലിയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പാണ് അതിൻ്റെ. അപ്പോൾ ആ കുട്ടി ഫ്രണ്ട്ഷിപ്പ് എന്താണെന്ന് പഠിക്കുകയാണ്, പ്രോബ്ലം സോൾവിങ് പഠിക്കുകയാണ്. ഫ്ലാഷ് കാർഡിലൂടെയും ഡിസ്കഷനിലൂടെയും ഡ്രോയിങ്ങിലൂടെയൊക്കെ ഒരുപാട് വരച്ച് കാണിക്കാനുള്ള സിറ്റുവേഷൻസ് ആ കഥയിലുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് കഥകളുമുണ്ട്. പിന്നെ അടുത്ത ഒരു അപ്രോച്ചാണ് തീം ബേസ്ഡ് ലേണിംഗ്. തീം ബേസ്ഡ് അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ഇംഗ്ലീഷിനെ 4-5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യും, അല്ലെങ്കിൽ 4-5 തീമായിട്ട് ഡിവൈഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ആർട്ടിക്കിൾസ് അല്ലെങ്കിൽ ആൽഫബറ്റ്സ് ഒരു തീമും, അതിൽ തന്നെ ക്യാപിറ്റൽ ലെറ്റേഴ്സ് ഒരു തീമും. അങ്ങനെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് പറയുകയാണെങ്കിൽ EVS എടുത്തു കഴിഞ്ഞാൽ ഹ്യൂമൻ ബോഡി ഒരു തീമാണ്, അങ്ങനെ നേച്ചർ ഒരു തീമാണ്. അങ്ങനെ ഓരോരോ തീം, ഓരോ മന്ത്ലി വൈസ് ഒരു തീം കൊടുക്കാം, 2 മന്ത്സിലേക്ക് ഒരു തീം കൊടുക്കാം. അങ്ങനെ ലോങ്ങർ പീരീഡിലേക്ക് ഒരു സബ്ജക്റ്റിനെ ഡിവൈഡ് ചെയ്ത് പല തീമുകളായിട്ട് കൊടുക്കുന്നതിനാണ് തീം ബേസ്ഡ് എന്ന് പറയുന്നത്.
ഇപ്പോൾ മൈ ഹോം ഒരു തീമാണ്. അതിൽ ലാംഗ്വേജ് വരും, സയൻസ് വരും, മാത്സ് വരും, എല്ലാം വരും. അപ്പോൾ ഒരു തീം ആപ്ലിക്കബിൾ ടു ഓൾ സബ്ജക്ട്സ് അങ്ങനെയും കൊടുക്കാം. അതുപോലെ ഒരു തീമിൽ തന്നെ സബ് തീമുകളും കൊടുക്കാം. മൈ ഹോമിൽ തന്നെ ഒരുപാട് സബ് ടോപ്പിക്കുകൾ വരും, അതും ഡിവൈഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ് ആണ്. ഇപ്പോൾ മൈ സ്കൂൾ ഒരു റിയൽ വേൾഡ് കോണ്ടെക്സ്റ്റ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ റിയൽ വേൾഡിൽ ഉള്ള കാര്യമാണ്. അതുപോലെ ഇങ്ങനെയൊക്കെ വരുന്നത് വാട്ടർ റിയൽ വേൾഡിലൊക്കെ ടോപ്പിക്കാണ്. ഇതൊക്കെ തീമിൽ വരും. റിയൽ വേൾഡ് കണ്ടെക്സ്റ്റ് തീംസ് എന്ന് പറയും. ആക്റ്റീവ് ഇൻക്വയറിയിൽ വരുന്നത് അതും തീം ബേസ്ഡിൽ വരുന്നതാണ്. എക്സ്പെരിമെൻറ്റ്സ് വരും, കുട്ടികളെ കൊണ്ട് എക്സ്പെരിമെൻറ്റ് ചെയ്യിപ്പിക്കാം, ക്വസ്റ്റ്യൻ ചോദിപ്പിക്കാം, നോളജ് ബിൽഡ് ചെയ്യിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് കൊടുക്കാം. ഇതെല്ലാം ആക്റ്റീവ് ഇൻക്വയറിയിൽ എന്ന് വരുന്ന തീം ബേസ്ഡ് തീമാണ്. ഇതിന് ബെനിഫിറ്റ് ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ്, കോണ്ടെക്സ്ച്വൽ ലേണിംഗ്, ഓരോ കോണ്ടെക്സ്റ്റിനെ കുറിച്ച് മനസ്സിലാക്കാം, ക്രിട്ടിക്കൽ തിങ്കിങ് ഉണ്ടാകും, ക്രിട്ടിക്കൽ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ് ഉണ്ടാകും, കൊളാബറേഷൻ, കുട്ടികൾ എൻഗേജ്ഡ് ആയിരിക്കും, ഫ്ലെക്സിബിൾ ഫോർ ടീച്ചറിന് കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കൂടും. ടീച്ചറിൻ്റെ റോള് ആസ് എ ഫെസിലിറ്റേറ്റർ ആണ്. ടീച്ചർ ഇസ് നോട്ട് ആൻ ഇൻസ്ട്രക്ടർ ബട്ട് എ ഫെസിലിറ്റേറ്റർ. ടീച്ചർ ഗൈഡ്സ് ഡിസ്കവറി, ടീച്ചർ പ്ലാൻസ് ആക്ടിവിറ്റീസ്, ടീച്ചേഴ്സ് ഗീവ്സ് ഫ്രീഡം ടു ഓൾ. ഇതാണ് തീം ബേസ്ഡിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്.